നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് വളരെ പ്രശസ്തമായ മണർകാട് ചിന്മയ ആശ്രമത്തിന് മുന്നിലാണ്. കോട്ടയം ചിന്മയ മിഷന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ആശ്രമത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നറിയുന്നത്. ഹരി ഓം. ചിന്മയാനന്ദ സ്വാമിജികളുടെ ശിഷ്യനായ ശ്രീ വേദാനന്ദ സരസ്വതി അവറുകളാണ് ഈ ആശ്രമം നമുക്കായിട്ട് ഒരുക്കി തന്നത്. സ്വാമിജിയുടെ ശേഷം വന്ന പ്രജ്ഞചൈതന്യ പിന്നീട് സച്ചിദാനന്ദ സരസ്വതിയായിട്ട് ഈ ആശ്രമം 10-25 കൊല്ലക്കാലം നടത്തി വന്നു. ചിന്മയ ആശ്രമത്തിൽ നിരവധി ആളുകൾക്ക് ഭാഗവതാമൃതവും ഭഗവത്ഗീതയും നാരായണിയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുവാൻ സ്വാമി ഒരു പ്രത്യേക ഹാളൊക്കെ ഉണ്ടാക്കി അതിൽ പഠിപ്പിച്ചു. കോട്ടയം ജില്ലയിൽ ഏതാണ്ട് 1000കണക്കിന് ശിഷ്യസമ്പത്തുള്ള സ്വാമിജി, ആ സ്വാമിജിയുടെ പേരിൽ സ്വാമിജിയുടെ പാതാരവിന്ദങ്ങളിലുള്ള നമസ്കാരമായിട്ടാണ് സച്ചിദാനന്ദാമൃതം എന്ന സത്സംഗം എല്ലാ വ്യാഴാഴ്ച നടക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ ചമ്മട്ടി ഏന്തിയ ഗോപാലകൃഷ്ണനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയില്ല, പാർത്ഥസാരഥിയുടെ രൂപത്തിൽ ഭഗവാൻ ചമ്മട്ടിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷ്ഠ ഈ ഹാളിനുള്ളിലെ ക്ഷേത്രത്തിലുണ്ട്. അതുകൊണ്ടാവാം ഇവിടെ നിരന്തരം ഭഗവത്ഗീതയും നാരായണിയും ഒക്കെ ചൊല്ലുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ ആനന്ദമായി മാറുന്നത്. എല്ലാവരെയും ഈ ആശ്രമത്തിലേക്കും ഈ ആശ്രമ അങ്കണത്തിലേക്ക് സവിനയം തിരിച്ചു കൊടുക്കുന്നു. ഹരി ഓം. ഹരി ഓം. സച്ചിദാനന്ദ സരസ്വതി സ്വാമിജികളുടെ ഈ ആശ്രമം 2000 ആണ് ഇവിടെ കെട്ടിടം ഇത് തുടങ്ങിയത്. സ്വാമിജി വേദാനന്ദ സരസ്വതി സ്വാമിജിയിൽ നിന്നാണ് ഈ സ്ഥലവും സ്വാമിജിക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സ്വാമിജിയോടൊപ്പം ഞാനും ഈ ആശ്രമത്തിൽ പങ്കാളിയാകുവാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത മുതലായ എല്ലാ ക്ലാസ്സുകൾക്കും ആരംഭം കുറിച്ചു. അതിനുശേഷം 2004 ഈ ആശ്രമത്തിൽ ഒരു അന്തേവാസി എന്നപോലെ സച്ചിദാനന്ദ സ്വാമിജിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് ഈ ആശ്രമത്തിൽ വസിച്ചു പോന്നു. ആയിരത്തി 1990 മുതലാന്ന് തോന്നുന്നു സ്വാമി പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഞാൻ 2005 സ്വാമിജിയുടെ അടുത്ത് പഠിക്കാൻ വന്നത്. ആദ്യം നാരായണീയം, പിന്നെ ഭഗവത്ഗീത, ഭാഗവതം, ഇതൊക്കെ ഞാൻ സ്വാമിയുടെ കീഴിലാണ് പഠിച്ചത്. സ്വാമിയുടെ കർശന സ്വഭാവം ഈ നമ്മളെ നന്നായിട്ട് വായിക്കാനായിട്ട്, സ്വാമിക്ക് ദേഷ്യമായിരുന്നല്ലെങ്കിൽ ഇങ്ങനെ സ്പീഡ് കുറച്ച് സ്ഫുടമായിട്ട് വായിച്ചില്ലെങ്കിൽ വഴക്ക് പറയുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്. ഹരി ഓം. ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ പാലമുറി ചിന്മയാശ്രമത്തിൻ്റെ സമീപത്താണ്, എൻ്റെ തൊട്ട് മുമ്പിലാണ്. നമുക്കെല്ലാം അറിയാം, മണർകാട്ട് നിന്ന് തിരുവഞ്ചൂർക്ക് പോകുന്ന റോഡിൽ പാലമുറി പാലം കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന 4 മണിക്കാറ്റിൻ്റെ സമീപത്താണ് ഈ പ്രസിദ്ധമായ ആശ്രമം. ചിന്മയ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് 10-40 വർഷമായിട്ടാണ് എൻ്റെ ഓർമ്മ പറയുന്ന. 40 വർഷമായി കാണും ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. ജന്മം കൊണ്ട് ഒരു തിരുവഞ്ചൂക്കാരനാണെങ്കിലും
2013 എനിക്ക് നാട്ടിലെത്താനാത്തത്. ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മലപ്പുറത്തായിരുന്നു. 2013 മുതൽ ഈ ആശ്രമത്തിൽ എത്തുകയും നമ്മുടെ അഭിവന്ദ്യനായ സച്ചിദാനന്ദ സരസ്വതി സ്വാമിയുടെ സന്നിധിയിലെത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും ഒക്കെ സ്വീകരിക്കുകയും ചെയ്തു വരുന്നു. ഈ ആശ്രമത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഈ പ്രദേശത്തെ ഇരവിപുരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. സ്വതവേ തന്നെ സ്വാഭാവികമായിട്ട് തന്നെ ഈശ്വരചൈതന്യമുള്ള പ്രദേശമാണ്. ഇവിടെ ഒരു ആശ്രമം കെട്ടിപ്പടുക്കുവാനും ഈ നിലയിൽ എത്തിക്കുവാനും വേദാനന്ദ സരസ്വതിയും സച്ചിദാനന്ദ സരസ്വതിയും ഇപ്പോൾ ഇതിൻ്റെ നേതൃത്വം വഹിച്ച് ഇവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്ന നമ്മുടെ മാതാജിയും ഒക്കെ ഉത്സാഹിക്കുന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ